നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. പലയിടത്തും സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയാൻ. സ്വകാര്യ ആശുപത്രിയിലെ മന്ത്രിമാരുടെ ചികിത്സ പുതുമയല്ല. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ തന്നെ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയെന്നും മന്ത്രി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധം. ഗവർണർക്ക് റിപ്പോർട്ട് നൽകി ഡോക്ടർ സിസ തോമസ്. മിനി കാപ്പന് താൽക്കാലിക ചുമതല. സിൻഡിക്കേറ്റ് രജിസ്ട്രാറായി അനിൽകുമാർ. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയം. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. പാലക്കാട്ട് നിപ്പ ബാധിച്ച യുവതിയുടെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ 173 പേർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാൽ കേസെന്നും മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. BJPയും കോൺഗ്രസും നടത്തിയ മാർച്ചുകളിൽ വ്യാപക സംഘർഷമുണ്ടായി. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലും BJP പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. മണ്ഡല തലത്തിലും പഞ്ചായത്ത് തലത്തിലും സമരം തുടരാനും KPCC നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസവും തലസ്ഥാനത്തടക്കം വിവിധ ജില്ലകളിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ നേതൃത്വം നൽകി. മുൻ KPCC അധ്യക്ഷനും MPയുമായിരുന്ന K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 8 മാസം കൂടി കഴിയുമ്പോൾ നിലവിൽ ICUവിലുള്ള ആരോഗ്യവകുപ്പിനെ മോർച്ചറിയിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് K മുരളീധരൻ പരിഹസിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് എന്ന അനാരോഗ്യ വകുപ്പായിട്ട് മാറി. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. മിക്കവാറും ഒരു 8 മാസം കൂടെ ഈ മന്ത്രിയായി ഇരുന്നാൽ അത് മോർച്ചറിയിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചു. തുടർന്ന് ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തങ്ങളുടെ 2 പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ പ്രവർത്തകരും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിനിടയിൽ ജയകുമാരി എന്ന പോലീസ് ഉദ്യോഗസ്ഥ ബോധപൂർവം പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജെബി മേത്തർ MP ആവശ്യപ്പെട്ടു. ജയകുമാരി എന്ന പോലീസ് ഉദ്യോഗസ്ഥ അതിന് ആക്ഷൻ എടുക്കാതെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പോലീസിന്റെ അടിയിൽ തലയ്ക്ക് പരിക്കേറ്റ പ്രവർത്തകയെ ആശുപത്രിയിലേക്ക് മാറ്റി. M5 ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രി ഈ വിഷയത്തെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. ദുരന്തത്തിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണം. എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയാൽ അവർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കും. സാധാരണക്കാർ പണമുണ്ടാക്കി കൊണ്ടുവന്നിട്ട് വേണം പിന്നീട് മരുന്ന് വാങ്ങാൻ. എല്ലാ പാവങ്ങൾക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ലല്ലോ എന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയതെന്നും പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രി പറഞ്ഞു. വീണ ജോർജിനെ പിന്തുണച്ചും പ്രതിപക്ഷ സമരത്തെ വിമർശിച്ചുമായിരുന്നു മന്ത്രി സംസാരിച്ചത്.
കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പിൻവലിച്ചു. ഹർജി പിൻവലിക്കുന്നതായി രജിസ്ട്രാർ KS അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചു. സസ്പെൻഷൻ റദ്ദാക്കിയതിൽ എതിർപ്പുണ്ടെങ്കിൽ വൈസ് ചാൻസലർക്ക് ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ഇതിനിടെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സിൻഡിക്കേറ്റ് അംഗം R രാജേഷിനെ കോടതി വിമർശിച്ചു. രജിസ്ട്രാർ പദവിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് KS അനിൽകുമാർ കോടതിയെ സമീപിച്ചത്. അതേസമയം ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് താൻ സമർപ്പിച്ച ഹർജി പിൻവലിക്കുന്നതായും താൻ ചുമതല തിരികെ ഏറ്റെടുക്കുന്നതായും അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചു. കാര്യങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു. വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസിന് വേണ്ടി ഹാജരായ സ്വകാര്യ അഭിഭാഷകൻ ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ഹർജി നൽകാമെന്ന് കോടതി വ്യക്തമാക്കി. M5 ന്യൂസ്, കൊച്ചി. കേരള സർവകലാശാലയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി VC ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. രജിസ്ട്രാറായി മിനി കാപ്പനെ നിയോഗിച്ചതായും സിസ തോമസ് ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ അറിയിച്ചു. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഗവർണറുടെ ആവശ്യപ്രകാരമായിരുന്നു റിപ്പോർട്ട് നൽകൽ. കഴിഞ്ഞ ദിവസം നടന്നത് പൂർണ്ണതോതിലുള്ള സിൻഡിക്കേറ്റ് യോഗമല്ല. അതിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. P ഹരികുമാറിനു പകരം മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി. ഇതാണ് നിലനിൽക്കുന്ന തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഈ തീരുമാനത്തിൽ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നിലപാടാണ് സ്വീകരിക്കുകയെന്നതാണ് നിർണായകം. M5 ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക്. ഗതാഗത കമ്മീഷണറുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമര പ്രഖ്യാപനം. നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് പണിമുടക്ക്. ബസ് നിരക്ക് വർദ്ധിപ്പിക്കുക, കാലങ്ങളായി ഒരേ നിരക്കിൽ തുടരുന്ന വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് അടിയന്തരമായി വർദ്ധിപ്പിക്കുക, ബസ് ഉടമകളിൽ നിന്നും അമിതമായി പിഴത്തുക ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായെങ്കിലും ഗതാഗത വകുപ്പുമായി ചർച്ചയ്ക്ക് വഴി തയ്യാറായത് ഇന്നാണ്. പാലക്കാട് ജില്ലയിൽ നിപ്പ ബാധിച്ച യുവതിയുടെ നില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 173 പേരാണുള്ളത്. ഇതിൽ 100 പേർ പ്രൈമറി കോണ്ടാക്റ്റിലുള്ളവരാണ്. അതിൽ 52 പേർ ഹൈ റിസ്ക് കോണ്ടാക്റ്റിലും 48 പേർ ലോ റിസ്ക് കോണ്ടാക്റ്റിലുള്ളവരാണെന്നും നിപ്പ അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. നിപ്പ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും വീണ ജോർജ് പറഞ്ഞു. കേസിൽ ആദ്യം പരിശോധിച്ച 5 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലുമായി 12 പേരാണ് ഐസൊലേഷനിലുള്ളത്. നിപ്പ ബാധിച്ച യുവതിയുടെ മകനും യുവതിയോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിലും അതുപോലെ മറ്റ് മഞ്ചേരിയിലുമായിട്ട് നമുക്ക് 12 പേരാണ് ഐസൊലേഷനിലുള്ളത്. ഇതുകൂടാതെ പേഷ്യന്റിന്റെ മകൻ കോഴിക്കോട് ഐസൊലേഷനിലുണ്ട്. അമ്മയ്ക്കൊപ്പം മൗലാനയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു. വ്യാപനമുണ്ടായോ എന്നറിയാൻ ഈ ദിവസങ്ങളിൽ പരിശോധനാ ഫലങ്ങൾ നിർണായകമാണ്. മണ്ണാർക്കാട് ക്ലിനിക്കിലേക്ക് മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് വന്നയാളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇയാളെ പോലീസ് ലൊക്കേഷൻ ചെയ്തിട്ടുണ്ട്. ആശങ്കകളുടെ ആവശ്യമില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. പാലക്കാടും മലപ്പുറത്തുമുണ്ടായ നിപ്പ കേസുകൾ തമ്മിൽ ബന്ധമില്ല. വ്യാജ പ്രചാരണം നടത്തരുത്. ചില വ്യാജ പ്രചാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെ കേസെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. M5 ന്യൂസ്, പാലക്കാട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ സംഘടിപ്പിക്കുന്ന ജില്ലാ പര്യടനത്തിന്റെയും സമര പ്രഖ്യാപന കൺവെൻഷനുകളുടെയും ഭാഗമായി മലപ്പുറത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിന്നും KPCC വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP അനിൽകുമാർ MLAയ്ക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് MLAയ്ക്കും സ്വീകരണം നൽകി. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കാരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കൈവരിക്കാൻ സാധിച്ചതെന്നും വരുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജില്ല തൂത്തുവാരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്നും സണ്ണി ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ DCC പ്രസിഡന്റ് VS ജോയി അധ്യക്ഷനായിരുന്നു.
മെറ്റാ ഗ്ലാസ് ധരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ ആൾ കസ്റ്റഡിയിൽ. ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷാ ആണ് കസ്റ്റഡിയിലായത്. സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ക്യാമറ ശ്രദ്ധയിൽപ്പെട്ട് സുരേന്ദ്ര ഷായെ കസ്റ്റഡിയിലെടുത്തത്. സുരക്ഷാ മേഖലയിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഇയാൾ മുന്നോട്ട് നീങ്ങിയ ശേഷമാണ് എമർജൻസി ലൈറ്റ് തെളിഞ്ഞത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതനുസരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് മെറ്റാ ഗ്ലാസ് കണ്ടെത്തിയത്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് നൽകാൻ ബിവറേജസ് കോർപ്പറേഷൻ ആലോചന. പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. കുപ്പി നിക്ഷേപിക്കാൻ ഔട്ട്ലെറ്റിന് സമീപം ബാസ്ക്കറ്റ് ഒരുക്കാനാണ് പ്രാഥമിക ഘട്ടത്തിലെ ആലോചന. മദ്യം വാങ്ങാൻ വരുമ്പോൾ ഒഴിഞ്ഞ കുപ്പി അതിൽ നിക്ഷേപിക്കാം. പദ്ധതി സംബന്ധിച്ച് 1 മാസത്തിനകം തീരുമാനമുണ്ടാകും. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൂട്ടിലായ കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് എത്തിച്ചത്. കടുവയെ ഇനി 21 ദിവസം പാർക്കിലെ ക്വാറന്റൈൻ സെന്ററിൽ പാർപ്പിക്കും. സന്ദർശകർക്ക് ഇവിടെ കർശന വിലക്കുണ്ട്. കാട്ടിൽ നിന്ന് പിടികൂടുന്ന ശൗര്യമുള്ള മൃഗങ്ങളെ പുത്തൂരിലേക്ക് എത്തിക്കും. അവയെ കൃത്യമായി ട്രെയിൻ ചെയ്ത ശേഷമായിരിക്കും പുറത്തിറക്കുക. അടയ്ക്കാക്കുണ്ടിലെ കടുവാ ദൗത്യം സംസ്ഥാനത്തെ ഏറ്റവും ദൈർഘ്യം കൂടിയ വന്യജീവി ദൗത്യമായി മാറി. 53 ദിവസത്തെ ദൗത്യത്തിന് ശേഷമാണ് കടുവ കെണിയിലായത്. 44 ദിവസം നീണ്ടുനിന്ന വയനാട്ടിലെ കടുവാ ദൗത്യത്തെയാണ് കാളികാവ് ദൗത്യം മറികടന്നത്. തോട്ടം തൊഴിലാളി ഗഫൂർ അലിയെ കടുവ പിടിച്ച മെയ് 15-നാണ് ദൗത്യം തുടങ്ങിയത്. അനുഭവസമ്പത്തുള്ള വയനാട് RRTയിലെ 17 അംഗങ്ങളും നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനിലെ RRT അംഗങ്ങളും വനപാലകരും ദൗത്യത്തിന്റെ ഭാഗമായി. ഒരു ദിവസം പോലും അവധിയില്ലാതെയാണ് തിരച്ചിലിന് നിയോഗിച്ച സംഘം ദൗത്യമുഖത്ത് ഉറച്ചു നിന്നത്. 2 തവണ സംഘം കടുവയെ നേരിട്ട് കണ്ടു. മയക്കുവെടി സംഘം കൂടെയില്ലാത്തതിനാൽ ഒരു തവണ കടുവ നേർക്കുനേർ വന്നപ്പോൾ വനപാലകർ മരത്തിൽ കയറി രക്ഷപ്പെട്ടു. മറ്റൊരു തവണ അടുത്തെത്തിയ കടുവയെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ച് പിന്തിരിപ്പിച്ചു. മലപ്പുറം വയനാട് സംഘത്തിലെ 70 പേർ വീതം ദിവസവും ദൗത്യത്തിന് ഏർപ്പെട്ടു. 15 ദിവസം അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘം ക്യാമ്പ് ചെയ്തത്. സ്കൂൾ തുറന്നതോടെ സംഘം അടയ്ക്കാക്കുണ്ടിലെ ഒരു വീട്ടിലേക്ക് ക്യാമ്പ് മാറ്റി. 70 പേരടങ്ങിയ സംഘത്തിന് ഒരുമിച്ച് ഭക്ഷണം ഒരുക്കി നൽകുകയായിരുന്നു. വയനാട്ടിൽ നിന്നെത്തിയ RRT അംഗങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. കരുവാരക്കുണ്ട്, കാളിക്കാവ്, കരുവാരക്കുണ്ട്, മലവാരത്ത് വേറെയും കടുവകളുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. സുൽത്താന എസ്റ്റേറ്റിൽ കെണിയിൽ അകപ്പെട്ടത് പ്രായം ചെന്ന അവശനിലയിലുള്ള കടുവയാണ്. വളർത്തുമൃഗങ്ങളെ അടക്കം പിടിക്കുന്ന ശക്തനായ കടുവ മലയോരത്ത് വേറെയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളിയാഴ്ച സുൽത്താന എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പുറ്റള ആദിവാസി നഗറിൽ കണ്ട കടുവയാണ് കെണിയിൽ അകപ്പെട്ടത്. അവശത കൊണ്ട് അരമണിക്കൂറിലേറെ കടുവ പുറ്റള ആദിവാസി നഗറിൽ നിന്ന ശേഷമാണ് തോട്ടത്തിലേക്ക് നീങ്ങിയത്. 1 വർഷം മുൻപ് കുണ്ടോട ഭാഗത്ത് കടുവയെയും 2 കുട്ടികളെയും പ്രദേശവാസികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പുലിയുടെ കൂട്ടം വേറെയുമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള എസ്റ്റേറ്റ് ഡിവിഷനിൽ കടുവയ്ക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ പുലി അതിലൊന്നാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം കടുവയ്ക്കായി തുടങ്ങിയ ദൗത്യം പെട്ടെന്ന് അവസാനിപ്പിക്കില്ല. കോമ്പിംഗ് തുടരുമെന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ അറിയിച്ചു. M5 ന്യൂസ് മലപ്പുറം. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നു. നിധി എന്ന് ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞ് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിൽ കഴിയും. അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നിധിയുമായി പുറപ്പെട്ടത്. 6 മാസം പ്രായമുള്ള കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ്. കുഞ്ഞിന് 22 ദിവസം പ്രായമുള്ളപ്പോഴാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ NICUയിൽ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ ജാർഖണ്ഡിലേക്ക് കടന്നു കളഞ്ഞത്. രക്ഷിതാക്കൾക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അതിനെ ആവശ്യമായ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കുഞ്ഞിന്റെ സുരക്ഷിതം ഉറപ്പാക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചും ചില ആശങ്കകൾ ജാർഖണ്ഡ് CWCയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ നേരിട്ട് മാതാപിതാക്കൾക്ക് കൈമാറേണ്ടതില്ലെന്ന് പകരം ജാർഖണ്ഡ് CWCക്ക് കൈമാറാനും തീരുമാനിച്ചത്. കുഞ്ഞിനെ അവരവരുടെ സംസ്കാരത്തിന് അനുസൃതമായി വളർത്തണമെന്നതുകൂടി പരിഗണിച്ചാണ് കുഞ്ഞിനെ ജാർഖണ്ഡ് CWCക്ക് കൈമാറുന്നത്. M5 ന്യൂസ് കൊച്ചി. ബംഗളൂരുവിൽ 100 കോടിയോളം രൂപയുടെ വൻ ചിട്ടി തട്ടിപ്പ് നടത്തി മലയാളി സംഘം മുങ്ങിയതായി പരാതി. മലയാളികൾ ഉൾപ്പെടെ 1000-ലധികം ആളുകളുടെ പണവുമായി ആലപ്പുഴ രാമങ്കിരി സ്വദേശികളായ ടോമി AVയും ഷൈനി ടോമിയുമാണ് ഒളിവിൽ പോയത്. ബംഗളൂരു രാമമൂർത്തി നഗറിൽ A&A ചിറ്റ് ഫണ്ട്സ് എന്ന കമ്പനിയുടെ ഉടമകളായ ഇരുവരും 100 കോടിയോളം രൂപയുടെ വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 20 വർഷമായി ചിട്ടി തട്ടിപ്പ് നടത്തിവരുന്ന ഇവർ പ്രധാനമായും ആരാധനാലയങ്ങളും മലയാളി അസോസിയേഷനുകളും കേന്ദ്രീകരിച്ചായിരുന്നു നിക്ഷേപം വാങ്ങിയെടുത്തിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. താമസിച്ചിരുന്ന ഫ്ളാറ്റ് അടക്കം വിൽപ്പന നടത്തിയതാണ് 2 പേരും മുങ്ങിയത്. ഇക്കാര്യം കമ്പനിയിലെ ജീവനക്കാരും പോലും അറിഞ്ഞില്ലെന്നാണ് 9 വർഷമായി രാമമൂർത്തി നഗറിലെ
NH ചിട്ടി ഫണ്ടിലെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരി സതി പറയുന്നത്. 265 പേരാണ് ചിട്ടി കമ്പനിക്കെതിരെ ഇതുവരെ പരാതി നൽകിയത്. കേസെടുത്ത രാമമൂർത്തി നഗർ പോലീസ് പ്രതികൾ വിദേശത്തേക്ക് കടന്നിരുന്നതിനുള്ള സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ട്. രേഖകളിൽ 1300ഓളം ഇടപാടുകാരുള്ളതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടിയേക്കും. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പാലക്കാട് തൃത്താലയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ അപകടം. ആലൂർ AM UP സ്കൂളിലാണ് സംഭവം. അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിൽ മേൽക്കൂര തകർന്ന വീഴുകയായിരുന്നു. സ്കൂളിലെ 4 ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് അപകടം സംഭവിച്ചത്. കെട്ടിടത്തിന്റെ ചുമരിനും ഓടിനും ഇടയിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് പരിഹരിക്കാൻ തൊഴിലാളികൾ മുകളിൽ കയറിയപ്പോഴാണ് കഴുക്കോലും ഓടുമെല്ലാം നിലം പതിച്ചത്. നിലത്ത് വീണ് പരിക്കേറ്റ ആലൂർ സ്വദേശി സുരയെ ഉടനെ തന്നെ ആംബുലൻസിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമല്ലെന്ന സ്കൂൾ അധികൃതർ പറയുന്നത്. ഒരാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. M5 ന്യൂസ് പാലക്കാട്. കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധികയ്ക്ക് പുനർജന്മം. കോതച്ചിറ കരുമത്തിൽ ദാക്ഷായിണി അമ്മയാണ് രാവിലെ വീട്ടിലെ കിണറിൽ വീണത്. രാവിലെ 7 മണിയോടെയാണ് വീട്ടുകാർ 68കാരിയായ ദാക്ഷായിണി അമ്മയെ കിണറിൽ വെള്ളത്തിനു മുകളിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാരനായ കൽപ്പാലത്തിങ്കൽ ഭാസ്കരൻ കിണറ്റിലിറങ്ങി വയോധികയെ പിടിച്ചു നിന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ വയോധികയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. വയോധിക മരിച്ചു കിടക്കുകയായിരുന്നുവെന്നാണ് ആദ്യം കരുതിയത്. കരയ്ക്ക് കയറ്റിയപ്പോഴാണ് ജീവനുണ്ടെന്ന് മനസ്സിലായത്. പാലക്കാട് വാടാനം കുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തിച്ചതായി പരാതി. വാടാനം കുറിശ്ശി ചക്കംകുളത്ത് വീട്ടിൽ ശങ്കുരാജിന്റെ മാരുതി സ്വിഫ്റ്റ് കാറാണ് വീട്ടിൽ അതിക്രമിച്ച് കയറിയ ആൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് വാടാനം കുറിശ്ശിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തി നശിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. വീട്ടിലെത്തിയ അക്രമി കയ്യിൽ കരുതിയ പെട്രോൾ കാറിന് മുകളിലൂടെ ഒഴിക്കുകയായിരുന്നു. അക്രമിയെ വീട്ടിലുണ്ടായിരുന്നവർ പിടികൂടിയെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാറിന്റെ പിൻവശം ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. കാറിന് മുൻഭാഗവും ബോണറ്റും വരെ തീ പടർന്നു. തീ കത്തുന്നത് കണ്ട് ഓടിയെത്തിയവരും വീട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ഒരു 4:30-5 മണിയാവുന്ന സമയത്താണ് ഇത് സംഭവം നടക്കുന്നത്. അതായത് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തീ വരുന്നത് കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് ഒരുത്ത് ഓടിപ്പോണത്. അപ്പോൾ കാറ് മൊത്തമായിട്ട് കത്തുമായിരുന്നു. പിന്നാലെ പോയിട്ട് ഞാൻ പിടിച്ചു അവനെ കൊതറി മാറ്റി എന്നെ തള്ളിയിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ഓടിപ്പോവാണ് ഉണ്ടായത്. അപ്പോഴേക്കും പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് വെള്ളം ഒഴിച്ച് തീ കിടത്തി. മൊത്തത്തിൽ തീയൊക്കെ എടുത്ത് ഇതാക്കി. ഇനിയും കത്തിക്കും, ഇനിയും വീട്ടിലേക്ക് വരും, അങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇനി ലഹരിയാണോ എന്താണെന്ന് അറിയില്ല. നാട്ടിലുള്ള ഒരാളിനെ കണ്ടുപരിചയം ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല, നമ്മളെ കാണുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് ഇപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയില്ല. വീട്ടിൽ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് കത്തിച്ചത്. അതേസമയം മുൻവൈരാഗ്യമോ മറ്റു വിഷയങ്ങളൊന്നും തന്നെ ആക്രമണത്തിനിടയാക്കാനുള്ള സാഹചര്യമില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. M5 ന്യൂസ് പാലക്കാട്. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലെത്തിയ കുടുംബത്തെ മദ്യലഹരിയിൽ യുവാക്കൾ മർദ്ദിച്ചതായി പരാതി. ഇന്നലെ രാത്രി 8:30 പാലക്കാട് ഒറ്റപ്പാലത്തെ ഹോട്ടലിലാണ് സംഭവം. യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. മദ്യലഹരിയിൽ വന്ന ഹരിനാരായണൻ എന്നയാളും സുഹൃത്തുക്കളായ 2 പേരും ചേർന്ന് ചുനങ്ങാട് സ്വദേശികളായ അബ്ദുൾ നിസാറും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന സംഘത്തെയാണ് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 82 പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രളയത്തിൽ 41 പേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. മരിച്ചവരിൽ 28 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇത് നൂറ്റാണ്ടിലെ ദുരന്തമാണെന്നും ഇത് കാണാൻ ഭയാനകമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സ്പോർട്സ്. ഇന്ത്യയെ 3 ICC കിരീടങ്ങളിലേക്ക് നയിച്ച ഏക ക്യാപ്റ്റന്റെ ജന്മദിനമാണിന്ന്. ഇന്ത്യയുടെ ഇതിഹാസ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്കിന്ന് 44ാം പിറന്നാൾ. ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ കമന്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രി പറഞ്ഞ ഈ വാക്കുകൾ ഒരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയില്ല. ജന്മദിനം ആഘോഷിക്കുന്ന ക്യാപ്റ്റൻ കൂളിന് ആശംസാ പ്രവാഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. കാലാവസ്ഥ. ഉത്തരേന്ത്യയിൽ
കനത്ത നാശം വിധിച്ച് പേമാരി തുടരുന്നു. ഹിമാചലിൽ മാത്രം മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 78ആയി. 37 പേരെ കാണാനില്ല. ഉത്തരാഖണ്ഡിൽ 4 ജില്ലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ചമ്പ, മാണ്ഡി ജില്ലകളിൽ മേഘവിസ്ഫോടനമുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇന്നും സംസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും സമാനമാണ് സ്ഥിതി. തെഹ്രി, ഉത്തരകാശി, രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. പലയിടത്തും സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയാൻ. സ്വകാര്യ ആശുപത്രിയിലെ മന്ത്രിമാരുടെ ചികിത്സ പുതുമയല്ല. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ തന്നെ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയെന്നും മന്ത്രി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധം. ഗവർണർക്ക് റിപ്പോർട്ട് നൽകി ഡോക്ടർ സിസ തോമസ്. മിനി കാപ്പന് താൽക്കാലിക ചുമതല. സിൻഡിക്കേറ്റ് രജിസ്ട്രാറായി അനിൽകുമാർ. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയം. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. പാലക്കാട്ട് നിപ്പ ബാധിച്ച യുവതിയുടെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ 173 പേർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാൽ കേസെന്നും മന്ത്രി വീണ ജോർജ്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.